ഈ മോഹൻലാലിൻ്റെ അതോ ലാലേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന നല്ല റോള്, പുള്ളിയുടെ മാസ്റ്റർ പീസ് റോളുകളൊക്കെ എടുത്ത് പരസ്യത്തിന് വേണ്ടി പോയി കോമഡിയാക്കി കളയും. ഇത് കാണുമ്പോൾ എനിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറേ നാൾക്ക് ശേഷം ജയിലർ എന്ന സിനിമയിൽ മാത്യു ആയിട്ട് മോഹൻലാൽ വരുമ്പോൾ അത് കണ്ട് ചാർജായി നിൽക്കുന്ന സമയത്ത് പുള്ളി ആ മാത്യുവിനെ എടുത്തുകൊണ്ട് പോയി ബിസ്ക്കറ്റ് വെച്ചോടം ചെയ്യും. Now you have two choices. Craze cardamom fresh, coffee Maddie. അതുപോലെ കുറെ സാധനം കയ്യിലുണ്ടോ? കാണട്ടെ. ഇത് കാണുമ്പോ ഉണ്ടല്ലോ, എന്നിട്ട് പുള്ളി പറയും പുള്ളി ബിസിനസ്മാനാണ്. മനുഷ്യ, നിങ്ങളൊരു ആക്ടറാണ്, നിങ്ങൾ ജസ്റ്റ് ആക്ടർ അല്ല, ഇത് കംപ്ലീറ്റ് ആക്ടറാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഇഷ്ടപ്പെടാത്തത് എൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഒരു പരസ്യം ഇറങ്ങി. എൻ്റെ പൊന്നെ, പരസ്യമൊക്കെ എങ്ങനെയും ചെയ്യാല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാനതിൽ കണ്ടത് മോഹൻലാൽ എന്ന ആക്ടറിനെയാണ്. ആൻഡ് താങ്ക്സ് ടു ജോർജ് സാർ. മമ്മൂട്ടിയൊക്കെ മാമാങ്കത്തിൽ ചെയ്ത് കോമഡി ആക്കിയ സാധനം എന്ത് ഭംഗിയായിട്ട്. ആ മുഖത്ത് ഒരു തരത്തിലുമുള്ള ഗോഷ്ടിയില്ല. തോട്ടെനി മൈക്കോ പുള്ളി നൈസായിട്ട് ആ ഫെമിനിൻ സൈഡിൽ പോയി ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു. പിന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലെ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ ഇറങ്ങിയായിരുന്നു. We have good senior actors also. No, only Fafa. Only Fafa? Yes. എനിക്ക് പടം അനൗൺസ് ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാര്യം സത്യനന്ദിക്കാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ടീസർ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് നിങ്ങളുടെ മറ്റ് ചാനലുകൾ പോലെയല്ല. ഇതിൽ ഞാൻ വീഡിയോ ഇടും, എൻ്റെ കെട്ടികൾ കമൻ്റ് അടിക്കും. ഹംസൻ MBBS എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലും കമൻ്റ് അടിക്കും. വേറെ ആരും കമൻ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രത്യേകതരം ചാനലാണിത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.